ബിഗ്ഗസ്റ്റ് സ്കാം എവർ ഹാപ്പൻ ഇൻ ഇന്ത്യ. നേരത്തെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇരുന്നത്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് പതുക്കെ നമ്മുടെ കേരളത്തിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആൾക്കാരും പതുക്കെ ഇത് ലക്ഷ്യം വെച്ചോണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇത് യൂത്തന്മാർ കാണണം, യൂത്തിലെ ആൺപിള്ളേർ കാണണം, പെൺപിള്ളേർ കാണണം, എല്ലാവരും കാണണം, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണണം. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു കുഴിമന്തിക്കടെ കുഴിമന്തി കഴിക്കാൻ പോവാണ്. കുഴിമന്തി കഴിക്കാൻ പോയി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചിട്ടിരിക്കണം. അപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന ആളും അതുപോലെ ഓഫീസിൽ ഇരിക്കുന്ന ആളും ഭയങ്കര രൂക്ഷമായിട്ടുള്ള നോട്ടം. അത് ഞങ്ങൾക്ക് അത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ചിലവന്മാരൊക്കെ വിചാരം അവർ പൈസ തന്നിട്ടാണ് നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നത് എന്നുള്ള വിചാരമാണ് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞത്. ചില ഹോട്ടലിലേക്ക് കയറിയാൽ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതുപോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ബില്ല് വന്നപ്പോൾ 1875 രൂപയായി. 1875 രൂപയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് പേ കഴിഞ്ഞ് ഞങ്ങളുടെ ലിക്വിഡായിട്ട് മണിയില്ല, അതുകൊണ്ട് ഞങ്ങൾ GPay ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചിലവ് ചെയ്യാന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ നേരെ GPay എടുത്ത് സ്കാൻ ചെയ്തപ്പോൾ അവന് എറർ കാണിക്കുന്നത്, എന്തോ പേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് എടാ നീ കൊടുക്ക്. അപ്പോഴും അയാളുടെ രൂക്ഷമായ നോട്ടം, അയാളുടെ ഭയങ്കര ഒരുമാതിരി നമ്മൾ വൃത്തികെട്ട രീതിയിൽ നോക്കത്തില്ല, ആ ഒരു രീതിയിലുള്ള നോട്ടമാണ് ശരിക്കും പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവൻ എന്നോട് പറഞ്ഞ് എടാ പേ ചെയ്യ്, ഞാൻ അവൻ്റെ എറർ അതുകൊണ്ട് പേ ചെയ്യ് തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പേ ചെയ്തു. കണ്ടവർ ജീവിച്ചിരിപ്പില്ല, വീട്ടുകാർക്ക് എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല. ഒരു വർഷമായി 1818 രൂപ ഇതുവരെയായിട്ടും തന്നിട്ടില്ല. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ദാറ്റ് എവർ വിറ്റ്നസ്ഡ് ഇൻ കേരള നൗ എ ഡേയ്സ്. സൂക്ഷിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ കുഴിമന്തി കഴിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കുക.